കോഴിക്കോട് വടകരയിൽ 25 വയസ്സുകാരനെ കാണാതായി. ആയഞ്ചേരി സ്വദേശി വിഷ്ണു പ്രകാശിനെയാണ് 6 ദിവസം മുൻപ് കാണാതായത്. ലോൺ ആപ്പിൽ നിന്ന് വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തിങ്കളാഴ്ച ബാങ്കിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വിഷ്ണു പ്രകാശ് പിന്നീട് തിരിച്ചെത്തിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. വിഷ്ണു ലോൺ ആപ്പിൽ നിന്ന് 10,000 രൂപ വായ്പ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ നിരന്തരം ഭീഷണിയും വിഷ്ണുവിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങളും ലോൺ ആപ്പ് സംഘം പ്രചരിപ്പിച്ചുവെന്ന് കുടുംബം ആരോപിച്ചു. ലോൺ ആപ്പിലേക്ക് പണം തിരിച്ചടയ്ക്കാനായി ബ്ലേഡ് മാഫിയയിൽ നിന്ന് 70,000 രൂപയും കടമെടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങി പലിശയും കൂട്ടുപലിശയുമായി 1,18,000 രൂപയായി. 12-ാം തീയതി അവന് ലോക്കല് അവിടുന്ന് ഒരു പൈസ എന്തോ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അവരെന്നെ 12-ാം തീയതി കോൾ ചെയ്തിട്ട് അവരോട് പറയുന്നുണ്ട്, ഒരു ദിവസം സമയം തരാം, 13-ാം തീയതി സമയം തരാം, 14-ാം തീയതിക്കേക്ക് അതിന്റെ കുറച്ച് പൈസയും അടക്കണം, അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിന്റെ വീട്ടിലോട്ട് വരും, ബാക്കി എന്താ വെച്ചാൽ നീ നോക്കിക്കോന്ന് പറഞ്ഞിട്ടാണ് അവൻ ഭീഷണിപ്പെടുത്തിയത്. അപ്പം പോയ കാരണം ഒന്നുകിൽ ഈ അന്നത്തെ ഓൺലൈൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാവും, ഇല്ല ഇവര് ഇപ്പം വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നാളത്തെ പൈസ കിട്ടില്ല വീട്ടിൽ വരും, അല്ലെങ്കിൽ അത് പേടിച്ചിട്ടാ പോവാന്ന് നമ്മളിപ്പോൾ വിചാരിക്കുന്നു. ഡിസംബറിലാണ് വിഷ്ണു ലോൺ ആപ്പിൽ നിന്ന് പണം കടമെടുത്തത്. ഈ മാസം 9-ന് വീട്ടിൽ 2 പേരെത്തി വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കി. കാസർഗോഡാണ് വിഷ്ണുവിന്റെ അവസാന ടവർ ലൊക്കേഷൻ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം.